Earnmarks, your perfect learning partner. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ അഥവാ നിക്ഷേപ തീരുമാനം. എന്തൊക്കെ തീരുമാനങ്ങളാണ് നിക്ഷേപ തീരുമാനത്തിൽ ഉൾപ്പെടുന്നത്? ഒന്ന് എന്താണ്? സ്ഥിര ആസ്തികളിൽ അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റിലെ ദീർഘകാല നിക്ഷേപവുമായി ബന്ധപ്പെട്ട തീരുമാനം. അതായത് അതിനെയാണ് എന്ത് പറയാ? മൂലധന ബഡ്ജറ്റിംഗ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ തീരുമാനം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിലെ അല്ലെങ്കിൽ നിക്ഷേപ തീരുമാനത്തിലെ രണ്ടാമത്തെ തീരുമാനം എന്ന് പറയുന്നത് നിലവിലെ അല്ലെങ്കിൽ കറണ്ട് അസറ്റിലെ ഹ്രസ്വകാല നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട തീരുമാനത്തിനെ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ പ്രവർത്തന മൂലധനം എന്ന് പറയുന്നു. മൂന്നാമതായിട്ട് പിന്നെ മറ്റ് രണ്ട് തീരുമാനങ്ങൾ കൂടിയുണ്ട്. മൂന്നാമത്തെ തീരുമാനം സെക്യൂരിറ്റികളിലെ പോർട്ട്ഫോളിയോ നിക്ഷേപവുമായി ബന്ധപ്പെട്ട തീരുമാനം. പിന്നെ ലയനവും ഏറ്റെടുക്കൽ നിക്ഷേപവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളെയാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ അഥവാ നിക്ഷേപ തീരുമാനം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഡിസിഷൻ ആണ് ഏതാ? ഫിനാൻസിങ് ഡിസിഷൻ. എന്താ ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത്? ധനകാര്യ തീരുമാനം അല്ലെ? ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറഞ്ഞാല് ധനകാര്യ തീരുമാനം അല്ലെങ്കിൽ സാമ്പത്തിക തീരുമാനം. എന്താ സാമ്പത്തിക തീരുമാനത്തിനകത്ത് വരുന്നത്? സമാഹരിക്കേണ്ട ഫണ്ടുകളുടെ സമയവും അളവും വിവേകപൂർവം തെരഞ്ഞെടുത്തതിന് ശേഷം സാമ്പത്തികവും വിവേകപൂർണവുമായ ഫണ്ട് ശേഖരിക്കുന്നതിനായി ബന്ധപ്പെട്ടതാണ് ധനകാര്യ തീരുമാനം അഥവാ സാമ്പത്തിക തീരുമാനം. എന്തുമായി ബന്ധപ്പെട്ടതാണ്? സമാഹരിക്കേണ്ട ഫണ്ടുകളുടെ സമയം. അതായത് ഇപ്പൊ നമ്മൾ ഫണ്ട് കളക്ഷൻ അല്ലെങ്കിൽ ഫണ്ട് ശേഖരണം നടത്തേണ്ടത്, അളവ് എത്രമാത്രം ഫണ്ട് നമ്മൾ ശേഖരിക്കണം എന്നത് വിവേകപൂർവം തിരിച്ചറിഞ്ഞതിന് ശേഷം ശ്രദ്ധാപൂർവം മനസ്സിലാക്കിയതിന് ശേഷം സാമ്പത്തികമായും വിവേകപൂർണമായും ഫണ്ട് ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് സാമ്പത്തിക തീരുമാനം. അതായത് എത്ര ഫണ്ട് ശേഖരിക്കണം, എപ്പോൾ ശേഖരിക്കണം എന്നതുമായി ബന്ധപ്പെട്ട ഫണ്ട് ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനമാണ് ധനകാര്യ തീരുമാനം അഥവാ സാമ്പത്തിക തീരുമാനം. ഇനി നോക്കിയേ, പ്രാഥമിക വിപണി, ധനകാര്യ സ്ഥാപനം, വാണിജ്യ ബാങ്കുകൾ എന്നിവയിലൂടെ ആണ് എന്ത് ചെയ്യണത്? ഫണ്ടുകൾ സ്വീകരിക്കണത്. പ്രാഥമിക വിപണി നമ്മുടെ പ്രൈമറി മാർക്കറ്റ്, അതുപോലെ തന്നെ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് ലോണായിട്ട്, അതുപോലെ അങ്ങനെയൊക്കെയാണ് എന്നിവയിലൂടെയാണ് ഫണ്ട് ശേഖരണം നടത്തുന്നത്. ഇനി അപ്പൊ അതാണ് ഫിനാൻസിങ് ഡിസിഷൻ അല്ലെങ്കിൽ ധനകാര്യ തീരുമാനം, സാമ്പത്തിക തീരുമാനം. എപ്പോൾ ഫണ്ട് ശേഖരിക്കണം, അതുപോലെ തന്നെ എത്ര അളവിൽ ശേഖരിക്കണം എന്നുള്ളതുമായി ബന്ധപ്പെട്ട തീരുമാനം, വിവേകപൂർണമായ തീരുമാനമാണ് ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, നെക്സ്റ്റ് ഡിവിഡൻഡ് ഡിസിഷൻ ആണ്. ഡിവിഡൻഡ് തീരുമാനമാണ്, ലാഭവിഹിത തീരുമാനമാണ്. ഓഹരി ഉടമകൾക്ക് ലാഭവിഹിതം നൽകുകയോ ബിസിനസ്സിൽ നിലനിർത്തുകയോ ചെയ്യുന്ന അറ്റാദായ വിതരണം എന്നൊക്കെ പറഞ്ഞാലേ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് അല്ലേ, ആ നെറ്റ് പ്രോഫിറ്റിന്റെ വിതരണവുമായി ബന്ധപ്പെട്ട തീരുമാനം എടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയാ? ഡിവിഡൻഡ് തീരുമാനം എന്ന് പറയുന്നത്. ഓഹരി ഉടമകൾക്ക്, അതായത് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ഷെയറുകൾ വാങ്ങിയിട്ടുള്ള ഓഹരി ഉടമകൾ ഉണ്ടാവില്ലേ, ആ ഓഹരി ഉടമകൾക്ക് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് ഒന്നുകിൽ ലാഭവിഹിതം നൽകുക, അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക, ബിസിനസ്സിൽ തന്നെ അവരെ നിലനിർത്തുകയോ ചെയ്യുന്ന അറ്റാദായ വിതരണം, അതായത് നെറ്റ് പ്രോഫിറ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ, അറ്റാദായ വിതരണവുമായി ബന്ധപ്പെട്ട തീരുമാനത്തിന്, അതായത് ഒരു സ്ഥാപനത്തിൽ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണോ അല്ലെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട, ലാഭവിഹിതം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം. അത്രേ ഉള്ളൂ. ഏറ്റവും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഡിവിഡൻഡ് ഷെയർ ഹോൾഡേഴ്സിനാണ് നമ്മൾ എന്ത് കൊടുക്കുക? ഡിവിഡൻഡ് കൊടുക്കുക അല്ലെ. അപ്പൊ ഡിവിഡൻഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനമാണ് ഡിവിഡൻഡ് ഡിസിഷൻ. നമ്മുടെ അറ്റാദായത്തിൽ നിന്ന് നെറ്റ് പ്രോഫിറ്റ് നല്ല ഡിവിഡൻഡ് കൊടുക്കുക. അപ്പൊ ആ ഡിവിഡൻഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനമാണ് ഡിവിഡൻഡ് ഡിസിഷൻ. Earnmarks, your perfect learning partner.